ഹലോ, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ട് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നാട്ടോ. അപ്പോൾ അനിയത്തിയും മക്കളും എല്ലാവരും ഞങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാട്ടോ. നേരെ വീഡിയോയ്ക്ക് പോവാം. വീട്ടിൽ പോയി സംഗതി ഒന്നും കിട്ടിയില്ല. അങ്ങനെയല്ല, ഇതിലേ കുക്കറിലേ ഇറച്ചിന് മുകളിൽ വെള്ളം ഉണ്ടെങ്കിലല്ലേ ഇറച്ചി വേവുള്ളൂ. ഏതില് അതില് കൊള്ളൂല, കൊള്ളൂല. പിന്നെ അല്ല, ഇങ്ങനെ വിറ്റാള് പറയട്ടെ. ഞാൻ ഇങ്ങനെ ഒരു കോഴിനെ കിട്ടിയിട്ടില്ലേ? ഒരു കോഴി രക്ഷപ്പെട്ടു. അതമ്മ എന്താ ചെയ്യണത് അറിയാം? വെള്ളം ഇല്ലാതെ എന്തിനും വേവിക്കുക, എന്നിട്ട് പിന്നെ ചിഞ്ചട്ടിയിൽ വെച്ചിട്ട് കുറച്ച് അത് പോരെ വെള്ളം. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതിട്ട് ഈ കുരുമുളക് പൊടി ഇട്ടിട്ട് കുറച്ച് കണ്ടോട്ടെ യൂട്യൂബിൽ. തീവ്രവാദി പോയി കളിച്ചാ നോട്ടെ. അത് തങ്ങന്മാരുടെ കാര്യം ഉണ്ടാകുന്നുണ്ട്. അത് ക്യൂട്ടക്സ് ഇട്ടത് ഞാൻ എന്താ മതി വെച്ചത്. ഈ വരല് പോയതാണ്. അതേമാതിരി വന്നാണ്. അപ്പൊ ശരിക്കും വന്നൂലേ? ഇല്ലല്ലേ പൂവണേ ആ കുട്ടം ചെരുപ്പൊക്കെ ഊരിട്ട് ആ കൈ പിടിച്ചോടല്ലേ? അത് കുഞ്ഞാപ്പ അങ്ങനെയായിരുന്നു. ഒരു ചെരുപ്പ് ഇന്നലെ തുടച്ച് വൃത്തിയാക്കിയതുകൊണ്ട് ഇന്നൊരു ചെരുപ്പ് ഇടണ്ട. ഇത് നടന്നത് എങ്ങനെയാ? അപ്പൊ പറയുന്ന ആളെ അമ്മേനെ കുറിച്ച്. അല്ല, ഇനി കൊച്ചു പോയി കഴിഞ്ഞാൽ കൊച്ചിന് സുഖമായി. അടുക്കളേക്കാണ് പോകില്ല. ഓ ഇന്നൊന്നും ഉണ്ടാക്കണ സാമ്പാർ ഉണ്ടാക്കുക. പാപ്പനി കറിയൊക്കെ ചോന്ന കളറായിരുന്നു. അതിന് കടന്നിട്ട് ഇങ്ങോട്ട് ഇതാവും. നീ ഉന്നെ ഒന്നായിട്ട് എങ്ങനെയാ അച്ചടങ്ങള് എന്തെങ്കിലും സാധനം ഉണ്ടായി എങ്ങനെയുണ്ട് സാറല്ലേ? അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം പിന്നെ ഇത് തിന്നണ്ടേ. സംഗതി ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു പെണ്ണ് ബിരിയാണി ഉണ്ടാക്കിയ അമ്മ കട്ടൻ ചായ അരി ഭാര്യയാണ്. എനിക്ക് കുറച്ച് വേവ് കൂടുതലാണ്. അന്റെ പ്രശ്നം അത് അന്റെ പ്രശ്നം ഉണ്ടാക്കിയ പ്രശ്നം ചിക്കൻ കടയുടെ ആ ചിക്കൻ മാറ്റിയാ മതി. ഓളെ കുറ്റം ഇതൊന്നും ഓളെ പ്രശ്നമല്ല. പറയണേ ഇന്ന് ഞാൻ വേവിച്ചപ്പോ നെയ്ച്ചോറും കടായി ചിക്കൻ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട്? ഒക്കെ നല്ലതാ പറയുന്നത് ചേട്ടാ. അല്ലേ? ഇന്നന്ന് കുട്ടിനോട് പറഞ്ഞ ചോറിനാ കൂട്ടറിയണേ. ഞാൻ വിളിച്ചു അമ്മ ചീത്ത വെള്ളത്തിലായിക്കോട്ടെ. കാരണം പൊറോട്ടയ്ക്ക് വെള്ളം കറി വേണം. അപ്പൊ അതും വെള്ളക്കറി ഇല്ല, അത് വെള്ളമില്ല. പിന്നെ അമ്മ എങ്ങനത്തെ ചെയ്യണതറിയോ? ആ നാടൻ കോഴി ഉണ്ടാക്കുമ്പോഴില്ലേ ബിരിയാണി എന്താ തല്ല് പിന്നെ കുട്ടിയുടെ അമ്മൂസിനോട് കുട്ടി നോക്കാൻ പറഞ്ഞോ? കാണുന്നില്ലല്ലോ. അവളെ ഇറച്ചി ഇത് കുട്ടി കുഴക്കാനാ പോലെ. ഇറച്ചിയും ചെറിയ ഉള്ളില്ലേ, ചെറിയ ഉള്ളി അത് ഇങ്ങനെ മുറിക്കാൻ പറ്റില്ല. ഇങ്ങനെ നടു പൊളിച്ച് പണ്ട് അമ്മ ഉണ്ടാക്കിയിരുന്നത്. അത് എന്ത് ടേസ്റ്റ്. പൊറാട്ടയ്ക്ക് പൊറാട്ട പൊറാട്ട വാങ്ങിനു. പിന്നെന്താ
ഉള്ളി കൊറേ വേണോ മധുരം കൂടൂലേ എത്ര മതി? കുറച്ച് മതി. പൊറോട്ട തികയമ്മ. ഇതത് ഇവിടെ കല്യാണ ഇത് കൂട്ടിട്ട് കുഴക്കിട്ടിട്ട് ഇത് കുഴക്ക്. എന്നിട്ട് പിന്നെ മറ്റേ ചെയ്തിട്ട് വെച്ചാൽ തക്കാളി വേണ്ട, വെളുത്തുള്ളി വേണ്ട. ആ തക്കാളി ഒക്കെ ചാച്ചിട്ട് ചെയ്യാം. അവിടെ അമ്മ നാളുണ്ടാക്കി കറി അത് നല്ല രസം ഉണ്ടായിരുന്നിട്ട് ഞാൻ പൊറോട്ട വെച്ചിട്ട് തിന്നപ്പോ എന്ത് രസം ഉണ്ടാക്കിട്ടാ. അമ്മ തിന്നു. അമ്മ നിന്നു. അമ്മക്ക് ഭയങ്കര വിശപ്പ്. പൂർണ്ണമ്മ അപ്പൊ അവിടെ തിന്നാതെ അല്ല ഞാൻ ഉച്ചക്ക് വന്നതല്ലേ. പാൽച്ചായ എവിടെയായിരുന്നു ഉച്ചക്ക്? ഉച്ചക്കല്ല, ഞാൻ 4 മണിക്ക് വന്നല്ലോ. കോട്ടയ്ക്ക് നിങ്ങളുടെ എത്തണ്ടേ? അപ്പൊ ഞാനോ ജദ്ദൂടെ ഓട്ടോറിക്ഷല്ലേ? ഇത് പിന്നെ വന്നത് നടന്നിട്ടേ നടന്ന് കൊച്ചുവാ എവിടെയാ പാൽച്ചായല്ലേ? എന്തൊരു അച്ഛന് ഈ പിന്നെ എന്താ കുറച്ച് ഇത് വേണം കേട്ടോ, പൊടി വേണേ, വെള്ളം പോലെ പാൽച്ചായ വരുന്നത്. പൊടി വേണം, പാൽപ്പൊടി. പാലും വെള്ളം വരുന്നത്. പൊടി വേണം, വെള്ളം ചായ ഒന്ന്. എന്റെ യൂട്യൂബ് ചാനലിൽ സജയൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് അത്ര. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? പിന്നെ അങ്ങനെ തന്നെ കൂടുന്നതുകളൊക്കെ. പിന്നെ പിന്നെ അമ്മ ആശുപത്രി ആയതിനു ശേഷം എനിക്ക് കാണാൻ പറ്റാതെ വരുന്നു. നേരെ ചെടി ഞാൻ അടുക്കള മേലേക്ക് മാറ്റി. ഇപ്പൊ വേഗം പണി വരും. എത്ര വിസിലടിച്ചു? അമ്മ ഇന്നലെ കുക്കർ പൊട്ടിത്തെറിച്ചു അമ്മ. അവിടെ പൊട്ടിക്കിട്ടെ. പിന്നെ ചേമ്പ് നണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ഓന്നോട് പറഞ്ഞു സജി പറഞ്ഞ് അടയ്ക്കണ്ട, വെള്ളം വെച്ചിട്ടുണ്ടാവില്ല. അല്ല വെള്ളമൊക്കെ വെച്ചിട്ട് അടയ്ക്കണ്ട, അത് അമർന്ന് കഴിയുമ്പോ കൂട്ടിയാൽ മതിയായിരുന്നു. ഞാൻ വെറുതെ അടച്ചിട്ട് അത് അടക്ക് നല്ലോണം അമർത്താ വെച്ച് ഞാൻ ലോക്ക് ചെയ്യാൻ പാടില്ലല്ലോ. ലോക്ക് ചെയ്യാതെ വെച്ചാണ് വെറുതെ കൂട്ടാൻ പറ്റില്ല. പടപ്പട ചെയ്യാൻ മറിഞ്ഞാൽ അവിടെ ഒക്കെ മറിഞ്ഞ ചുമരുമ്പൂടൊക്കെ ഞാൻ പറയാം അമ്മയ്ക്ക് റെസ്റ്റ് ഇല്ലല്ലേ. അമ്മടെ കാട്ടാനേ എന്തിനോട് അമ്മിന് പടി വൈകുന്നേരത്ത് അതിനെ കൊണ്ട് എന്തായാലും മറിച്ച് അത് ഞാൻ ആരൊക്കെ അമ്മയ്ക്ക് റെസിപ്പിയൊക്കെ പറയാം. ഇവിടുത്തെ അമ്മയ്ക്കല്ലേ മറുകല്ല അത്. ഞാൻ കലം മയക്കിയത്. ഇത് കലം മാക്കിയോ? ചട്ടിയില് നമ്മള് അതിന് വേഗം മനസ്സിലാവുന്നടി. എന്താ ഞാൻ സൂചിക്കാൻ പിടിച്ചു കൊടുത്തത് 3 സൂചിക്ക്. ചേച്ചമ്മ പൊന്നെത്തു, ചേച്ചമ്മ പൊന്നെത്തു. കറിയാ നിന്നെ കാണുമ്പോ കറിയമ്മ ചൊന്നാരേ കടിപൊട്ടി ഞാൻ പഠിച്ചത് എന്റെ കൂടത്തിലടി ഗ്യാസ് ഇന്നലെ കഴിഞ്ഞു. ഇതിന് കഴിഞ്ഞ രാവിലെ അതിനാണ് നാക്കിട്ടു. അത് നിങ്ങൾക്ക് മറ്റടുപ്പ് വാങ്ങിയ വേണ്ട അമ്മ വെറുതെ നോക്കിയോണ്ടി. ഇപ്പൊ ഞാൻ ആ മറ്റടുപ്പേ 400 രൂപയ്ക്ക് വാങ്ങി. ഞങ്ങൾ അടുക്കള പാത്രങ്ങളൊക്കെ ആകെ നാശായാണ്. അടുപ്പല്ലേ പുക പോവാഞ്ഞിട്ടാ മൂടിങ്ങി നിന്നിട്ടാ. മൂടിക്ക് എവിടെ ഒക്കെ അടച്ചുറപ്പാക്കിട്ടല്ലേ. നല്ല കറുത്തു. എന്നാ കൊള്ളുകിടി ഞാൻ കയറ്റിൽ പിരിച്ചോടാ. പിരിച്ചിട്ട് അപ്പൊ കൊച്ചുവന്നേ സന്തോഷമാ പണ്ട് കോയിനെ കൊണ്ട മരിക്കോളൂ. അല്ല അമ്മ തിന്നൂല നാടൻ കോഴി? ഇല്ല, പണ്ടൊക്കെ അമ്മേരെ വീട്ടിലൊക്കെ പണ്ടത്തെ ഇറച്ചി നല്ല രസമായിരുന്നു. ആ കോഴി തന്നെ എപ്പോഴും ഒരു വ്യത്യാസമൊന്നുമില്ല. അതിപ്പോ എന്തെന്നോ ഇഷ്ടല്ല. അലക്കിഷ്ടല്ല. അയ്യോ അമ്മ അത് ഞാൻ അവിടേക്ക് അത് ക്ലിയറില്ലാത്ത ഈ ലൈറ്റിന്റെ കൊണ്ടാണ്. ഇപ്പൊ ശരിയല്ലേ? പൊന്നാനിട് ഒരു തക്കാളി മുട്ടായി എണ്ണ കുട്ടിച്ച് മുട്ടായി എന്നോ മുട്ടായി തന്നോ? തക്കാളിക്ക് നല്ല വിലയൊന്നും ഇല്ല. ഇപ്പൊ തന്നെ വണ്ടിയില് 25 റുപ്യോ 3 കിലോ 100. വണ്ടിക്കാര് ചില പോകുമ്പോ മേടിക്കണേ. ഉള്ളിയൊക്കെ അങ്ങനെ മേടിച്ചാ മതി. ആൾക്കാർ വണ്ടിക്കാരൊക്കെ അതിന് ചേച്ചിമ്മക്ക് അതിന് ഇവിടെ ആൾക്കാരെ വാങ്ങുമ്പോ ആരും വാങ്ങി എന്തായാലും ആ കുപ്പായ മൂടിയിട്ട് ചളിയ വൈറ്റ് ആണതേ. അപ്പൊ എനിക്ക് കിടക്കണ അച്ഛ കുട്ടപ്പട ചീത്താട്ടോ. എന്താ അതൊക്കെ പാത്രത്തിന് വെച്ചിട്ട് അതിനൊക്കെ അങ്ങനെ പാത്രത്തിന്റെ കുട്ടാ സാധനമൊക്കെ തീർത്താവും.
ഈ മൂല അങ്ങനെ നല്ല നാലേത് കൂടാക്കും പൊളിഞ്ഞതൊക്കെ പൊളിഞ്ഞതൊക്കെ ഈ മഴ നല്ല ആന്ന് കൊടുന്നൂടുന്നില്ല ഇവിടെ ഞങ്ങളൊക്കെ എല്ലാരും ഉണ്ടാവുമ്പോ അപ്പൊ മണിയുടെ ഞായറാഴ്ച വരാനാണ് അടുത്ത ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച ഞങ്ങള് പോകുമ്പോഴോ 4-ാം തീയതി 4-ാം തീയതി ഞാൻ കോട്ടയ്ക്കലല്ലേ നമുക്കൊന്ന് വന്നിട്ട് പോയി പോരെ എനിക്ക് വരാൻ പറ്റൂലല്ലോ സജി 4-ാം തീയതി ആശുപത്രിയിൽ പോയവർക്ക് തിരുവനന്തപുരത്തേക്ക് പോണേ ഓ തിരുവനന്തപുരത്തേക്ക് പോയിട്ടോണ്ടാണ് ചേച്ചി 4-ാം തീയതി നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഒന്ന് വരാൻ പറ്റുമോ ബേബി ചേച്ചിനോട് ഉണ്ടാകുന്ന ഇടയോട് ചോദിക്കുന്നത് അതേപോലെ ചേച്ചിക്ക് വരാൻ പറ്റുമോ അപ്പൊ ഇതിനെന്താ മണത്ത് വരുന്നു അപ്പൊ ഈ തിങ്കളാഴ്ച പൊടിഞ്ഞു ഞായറാഴ്ച ഉടനെ വരുമോ അതിന് വേണ്ട അതിന്റെ ഇടയ്ക്ക് വരാൻ പറഞ്ഞ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വേണമെങ്കിൽ വരുന്ന അതിന്റെ ഇടയ്ക്ക് അമ്മ എന്നോട് ചോദിച്ചു എത്ര ദിവസത്തിനാ പോണത് 8 ദിവസത്തിനാണോ എന്നോട് ചോദിക്കാം ബുധനാഴ്ച വരുള്ളൂ ഞാൻ അച്ഛനോട് പറഞ്ഞത് തിങ്കളാഴ്ച പക്ഷെ അമ്മ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബുധനാഴ്ച എന്നാ ഉന്നോട് ഉണ്ടോ വരാൻ പറയുന്ന കണ്ട കാണാന് ഇതില് മിക്സിയിൽ ഇതല്ലേ കുരുമുളക് ഉണ്ടാ രസം ഉണ്ടാവില്ല കുത്തലാവും നാടൻ കോഴിയിലുള്ള പോലെ മസേലുണ്ടാ ഞാൻ സാധാരണ ഇതിന് വേണ്ട അല്ലാതെ എന്താ അറിയോ തിന്ന് കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ ഒരു എരിവ് ഇങ്ങനെ വരിക നാടനച്ചില് വേണ്ട നാടനച്ചില് വേണ്ട നാടനിറച്ചിയിലാണ് ഇടേണ്ടത് സാധാ ചിക്കനിൽ നമ്മുടെ അതിന് വേണ്ടെന്ന് ഇതില് വേണ്ട അതിലില്ല നാടൻ കോഴിയിലിടണം ഇല്ല അപ്പൊ ഈ മുട്ട മണ്ണിടണ്ടാന്ന് അതിലിടാണെങ്കിൽ അതിലെ രസം ഉണ്ടാവും പക്ഷെ ഇതില് ഭയങ്കര എടി ഞാൻ തടി പോണേ ചേച്ചി വയറ് പറ്റാത്തത് ഈ വയറില്ല ഈ വയറൊന്ന് ഒതുക്കി പൊടിച്ചെന്നെ ശരിക്കും ഏതാകുമ്പത്തേക്ക് മാനിക്കപ്പെടുത്തേക്ക് ഏട്ടാ മുണ്ട് മാറ്റി ഭാര്യ പറയണ കേട്ടോ മുണ്ടും ആ തൊപ്പി മാറ്റി ഈ ഡ്രസ്സിലാണ് പറ്റിക്കണം ഇവിടെ കൂടി ഒക്കെ ഇറങ്ങിയിട്ട് യൂണിഫോമാണതേ പുറത്തേക്ക് പോണ യൂണിഫോമാണ് വേറെ ഡ്രസ്സിന് കുളഞ്ഞോട് വെച്ചിട്ട് വേറുണ്ട് പാകമുണ്ട് അടിക്കൊരു അവിടുന്ന് പാകാക്കി കൊടുന്നില്ലേ ഇവിടുത്തെ പിന്നെ കൈ ഇങ്ങനെ തന്നെ നിൽക്കുക ഇങ്ങനെ കൂടിക്കുന്നത് ഒരു സൈഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നപ്പോ മുടി മുന്നിൽ വെട്ടണ്ടേ അമ്മമ്മേത് കേൾക്കണം ഇജ്ജല് മുടിയിട്ടാ പോണത് ഒറ്റയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചെയ്തിരിക്കാം അങ്ങനെ എപ്പോഴാണ് ഇങ്ങനെ ചിന്തിക്കാൻ വെച്ചാ ഒരു ദിവസം അമ്മൂസ് പന എടുത്തോണ്ട് നടക്കും അതെന്താ അന്നെടുക്കല് ചെയ്തത് ഇങ്ങനെ അമ്മൂന്റെ അടുത്തേക്ക് ഓട് കരഞ്ഞിട്ടേ ആര് ഓടുന്നേ ഓണോട് അമ്മ ഇടുന്നത് ഓടത്തോടെ വേഗം പെറുക്കിയിടേ വെളുത്തുള്ളി ഇഞ്ചി വേഗം പെറുക്കിടേ വെറും പെറുക്കിടേ സൂപ്പിയാക്കൂന്റെ വഴിയുണ്ട് പക്ഷെ അതിനെ ആ വണ്ടി കറക്റ്റാണ് പാകാണ് കണ്ടാൻ പറ്റുമോ സൂപ്പിയാക്കൂന്റെ വെളുത്തുള്ളിടാൻ പറ്റുമോ പക്ഷെ അവിടെ നല്ല പൊന്തില്ലേ ആ നായ ഇപ്പൊ ഒന്നും തിന്നുന്നില്ല ആ നായ മാത്രം ജീവിച്ചിരിപ്പോ ബാക്കി എല്ലാം ആ നായ ഒന്നും തിന്നില്ല ആ നായ ഇങ്ങനെ പോയിട്ട് മണ്ണ് വന്നിട്ടുണ്ട് കുട്ടികൾ ആ കുട്ടീനെ ചെറിയൊരു പെൺകുട്ടി ആൺകുട്ടിയൊക്കെ പോയില്ലേ ഞാൻ എന്നിട്ട് പാലക്കോട്ടേക്ക് പോണതില്ല ആ പാലക്കുട്ടിക്കാണോ 2 വിതർച്ചയിലേട്ടാ ഒന്ന് സ്ലോലാക്കമ്മ ആകെ പരത്തി ആകെ തൂരിലായിരിക്കും വീഡിയോ ഓണാക്കിയിട്ടില്ല ഓണാണ് അതുപോലെ ഇവിടെ അച്ഛൻ പറയണേ ഇവര് വന്ന എന്താ പണിയാ ഒരു പണിട്ട് ഒരുങ്ങൂല്ലാറേ ഇവിടെ വട്ടം തിരിഞ്ഞോണ്ടിരിക്കുന്നു ഉസൈനിടെ കൂടി വന്നിച്ച് അമ്മമ്മ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് അടുക്കളയിൽ കയറിയാ അമ്മാടി അമ്മേനെ വായിക്കോളൂ ഇത്രയും നേരിട്ട് പാലോടിച്ചിട്ടുള്ളൂ നല്ല കുട്ടിയാണ് ഇവിടെ വന്ന അടിയാണ് എമ്മയാറുണ്ടെങ്കിൽ പിന്നാലെ നടക്കും അംഗനവാടിക്ക് ഉണ്ടോ അച്ഛമ്മ എവിടെ സ്കൂളിൽ പോണ്ടോ എന്നിട്ട് വന്ന കത്തി
ഇത് വല്യച്ഛ അല്ല വല്യച്ഛ അല്ല കുട്ടിച്ചനാണ് പാപ്പനോടെ പാപ്പൻ പാപ്പനാടെ പാപ്പ പാപ്പ ഹായ് ഹായ് പറയും ആയേ ഹായ് ഞുമ്പത്തല് ഞുരുമ്പത്തല് ഞുരുമ്പത്തല് മതി ഞുരുമ്പത്തൽ ഞുരുമ്പത്തൽ അയാൾക്ക് ഏതാ ഹായ് ഹായ് ബ്രോ പറയേ ഹായ് അവിടെ ഇന്ന് വാരി കൊടുക്കേ കുട്ടി അവിടെ തന്നെ ഇരുത്തണു പപ്പടം ഇല്ലേ അവിടെ ഇരിക്കേ പൊറോട്ടയ്ക്ക് നീ പപ്പടം നാടൻ കോഴി ഇവിടെ 2 തരം ഇറച്ചി കണ്ട് പാവട്ടോ എന്റെ കുട്ടികളെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു അതിന് ഇവിടെ എവിടെയും കൊടുന്നത് മേമേ 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 അമ്മ അമ്മ അച്ഛനും അച്ഛൻ കഴിച്ചോളൂ അതില്ലേ അതാ ഇത് ഇതിലല്ലേ നാടൻ കോഴി അതിന് അച്ഛനെ കൊടുത്തേക്കുന്ന അല്ല അച്ഛന് കൊണ്ട കൊടുക്കുന്നേ അച്ഛൻ പിന്നെ അച്ഛൻ എന്നാലും പാത്രട്ടേ നീ തിന്ന ചെറിയ ഡബറിൽ കൊടുക്കാ പെണ്ണെ അച്ഛന് പാത്രത്തിലോട്ടേ വേറെ പാത്രത്തിലേക്ക് 16 പാത്രത്തേക്ക് അമ്മക്ക് മോറം മടിച്ചിട്ട് 16 പാത്രം ഇങ്ങനെ ആക്കിച്ച് മോളം ഇങ്ങനെ അല്ല ഇന്നും തരിപ്പാടാത്തത് ഞാൻ ഇവിടെ ചാടിക്കണ്ടേ ഞാൻ തിന്നണ്ടേ നിങ്ങളവിടെ നിക്കി വാങ്ങേ 80 രൂപ റോസ്മെരിന്റെ പാക്കറ്റ് ഒരു കുപ്പി ഇങ്ങനെ കാണുന്ന കുപ്പിയാണ് വെള്ളം നന്നായിട്ട് പോരൂലേ ക്യാമറമാൻ കഴിഞ്ഞോ ചേട്ടാ നാളെ 5 മണിക്ക് നിൽക്കണം കേട്ടോ എവിടെ പോകണം അല്ല 5 മണിക്ക് ആരും വിളിച്ചാലുള്ളൂ ഞാൻ പറഞ്ഞത് തെക്കും മണ്ഡപത്ത് പോയി തൊഴും മണ്ഡപത്ത് തൊഴുത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിഴക്കൻ അമ്പലത്തിൽ തൊഴുത് നേരെ പുഴക്കൻ തൊഴുത് പിന്നെ ആ കോട്ടുപാടുള്ള അമ്പലത്തിൽ തൊഴുത് നേരെ തിരുമാതാങ്കുന്ന് പോയി പിന്നെ മാണിക്യപുരത്ത് പോയി എടത്തോർത്ത് പോയി തൊഴുത് പോന്നാ മതി നവഗ്രഹ പൂജ വെക്കാനാ ഇന്ന് ചീട്ടാക്കണായിരുന്നു ഇന്ന് ചീട്ടാക്കി ചെയ്താൽ മതി നടക്കുന്ന ഇന്ന് ചീട്ടാക്കിയാൽ മതിയായിരുന്നു പണ്ട് കഴിച്ച പൂജയിൽ അത് നിർത്താൻ പറ്റൂല അത് കൊല്ലം ചെയ്യണം ഞാനാ ചെയ്യാം ചെയ്തു എട്ടാക്കാൻ പോലെ എന്റെ മുന്നേ നമ്മള് പ്രസാദമാണോ എന്ത് ചേട്ടാ 4 പോരച്ചാ 1 2 3 4 5 6 കാല് 6 എന്താ
രാത്രി പഠിച്ചെന്താ പൊറോട്ട നാളെ രാത്രി എല്ലാരും ഡിന്നർ ടൈം അല്ല ഓൾക്ക് ആകെ ഒരു പുറത്ത് നിന്നിട്ടുള്ളൂ സോനു അല്ല ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടി കഴിഞ്ഞാലേ വീട്ടിൽ ഭയങ്കര ഒച്ചയും വിളിയും സംസാരവും ചിരിയും കളിയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലും ഇങ്ങനെ തന്നെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് എഴുതണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിരിക്കാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.